ഒന്ന് മീൻകറി വെക്കാൻ കയറിയതാണ് ഗൈസ്. ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ മിക്കവാറും വീഡിയോ എടുക്കാൻ പറ്റാറിയല്ല. ഈ ആൾ ഇങ്ങനെ വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കണ്ടോ, സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് അവരിങ്ങനെ വെളിയിലിട്ടുകൊണ്ടേയിരിക്കും. എല്ലാ കുഞ്ഞിപ്പിള്ളേരുള്ള അമ്മമാർക്കും ഈ ഒരു സീൻ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ആൾ കുറച്ച് കുറുമ്പാണ്. കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ അല്ലേ ആ അരിപ്പാത്രം കണ്ടോ, അവിടെ കയറി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ്റെ പുറകെ ഓടുന്ന കാരണം എനിക്ക് മിക്കവാറും വീഡിയോ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്ന മിക്ക വീഡിയോസും എനിക്ക് എടുക്കാനേ പറ്റാറില്ല. അപ്പം മീൻകറി വെക്കാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മളൊരു ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, ഉലുവയിടുക, സബോള ഇടുക, പിന്നെ മുളക് പൊടി. ഇവിടെ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ സായം ഇങ്ങനെ കൈ എത്തി ഓരോന്നൊക്കെ താഴെയൊക്കെ ഇടാൻ നോക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ നോക്കിയൊക്കെ വേണം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ഇടണം കേട്ടോ, അത് പറയാൻ ഞാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. കുറച്ച് വീതം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അവസാനം നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ ആ വെള്ളം ഇടുക. ശേഷം നമ്മൾ പുളി, ഞാൻ കുറച്ച് നേരം കുടംപുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുതിർക്കാൻ വെക്കും. എന്നിട്ട് ആ വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. പിന്നെ പച്ചമുളക് ഇടണം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ് പച്ചമുളക് ഈ ഒരു കറിക്ക് തരുന്നത്. അപ്പോൾ പച്ചമുളക് ഇടുക. പിന്നെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡിഫറൻറ്റ് ടൈപ്പ് മീനുണ്ട് കേട്ടോ. ഷാനു ഇങ്ങനെയൊക്കെയാണ് മീൻ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് അത് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്ത് ഞാൻ മീനും കൂടെ വറക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഷാനുവിന് മീൻ വറുത്താണ് മീൻ കറിയേക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മീൻ വറുത്തതിനാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് വീട്ടിൽ. ഇടയ്ക്കൊക്കെ ഉള്ളൂ ഞാനിങ്ങനെ മീൻ കറി വെക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെ വറക്കാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചിങ്ങനെ ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്താൽ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും നമ്മുടെ കറിക്ക് കിട്ടും. പിന്നെ നമ്മുടെ കറി റെഡിയായി. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിരിക്കുന്നു. അപ്പോൾ അത്രയേ